നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ബ്രസീലിന് സമനില. വെനിസ്വലയാണ് അവരെ 1-1 സമനിലയിൽ തളച്ചിരിക്കുന്നത്. മത്സരത്തിൽ റഫീഞ്ഞ കിടിലൻ ഫ്രീ കിക്കിലൂടെ ബ്രസീലിനായിട്ട് ഗോളടിച്ചു. അതേസമയം സൂപ്പർ താരം വിനി ജൂനിയർ പെനാൽറ്റി പാഴാക്കുന്ന കാഴ്ച, റീബൗണ്ടും അദ്ദേഹത്തിന് മിസ്സായി. ഏതായാലും ബ്രസീൽ വിജയമില്ലാതെ വെനിസ്വലയിൽ നിന്ന് മടങ്ങുന്നു. 1-1 സമനില. മറുഭാഗത്ത് സെഗോവിയയാണ് വെനിസ്വലക്കായിട്ട് ഗോൾ കണ്ടെത്തിയത്. വെനിസ്വലയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഇഗോർ ഹീസസ്, വിനി ജൂനിയർ, റാഫിഞ്ഞ, സാവിയോ എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നതെങ്കിൽ മറുഭാഗത്ത് റോണ്ടോണാണ് വെനിസ്വലയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ ആദ്യ പകുതി പുരോഗമിക്കവേ 43-ാമത്തെ മിനിറ്റിൽ ഫ്രീ കിക്കിലൂടെ റഫീഞ്ഞ ബ്രസീലിനായിട്ട് ലീഡ് നേടിക്കൊടുത്തു. എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ സെഗോവിയയിലൂടെ വെനിസ്വലെ ആ ഗോൾ മടക്കിയിരുന്നു. ആദ്യ പകുതിയിൽ മോശമല്ലാത്ത പ്രകടനമാണ് ബ്രസീൽ നടത്തിയത്. എന്നാൽ 62-ാമത്തെ മിനിറ്റിൽ വിനി ജൂനിയർ തന്നെ വിൻ ചെയ്തൊരു പെനാൽറ്റി, അദ്ദേഹത്തിന് പക്ഷേ ആ പെനാൽറ്റി ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. അതുവരെ മികച്ച രൂപത്തിൽ കളിച്ച വിനീഷ്യസ് പിന്നീട് അങ്ങോട്ട് കോൺഫിഡൻസ് നഷ്ടമായ പോലുള്ളൊരു പെർഫോമൻസ് ആണ് നടത്തിയത് എന്ന കാര്യം കൂടി എടുത്തു പറയണം. കളിയുടെ അവസാനത്തിൽ അലക്സാണ്ടർ ഗോൺസാലസ് 89-ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി. വെനിസ്വല 10 പേരായിട്ട് ചുരുങ്ങി. അദ്ദേഹം യഥാർത്ഥത്തിൽ വിനിയുടെ മുഖത്തടിച്ചു. അതിനാണ് റഫറി ആ ഒരു റെഡ് കാർഡ് കൊടുത്തത്. ഏതായാലും ആ ആളെണ്ണത്തിൽ അഡ്വാൻറ്റേജ് അവസാന മിനിറ്റുകളിൽ ബ്രസീലിന് മുതലെടുക്കാൻ കഴിഞ്ഞില്ല. ഈവൻ അതിനിടയ്ക്ക് സ്റ്റോപ്പേജ് ടൈമിൻ്റെ ഘട്ടത്തിൽ സ്പ്രിംഗ്ലേഴ്സ് ഓണാക്കുക വരെ ചെയ്തു വെനിസ്വല എന്നുള്ളതും കാണണം. ഏതായാലും കളി 1-1 സമനിലയിൽ അവസാനിച്ചു. ബ്രസീൽ ടീമിന് ഇപ്പോൾ 11 കളികളിൽ നിന്ന് 17 പോയിന്റാണുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.